ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSS ബോക്സ് മോഡലാണ്. ഓൾ HTML എലമെൻറ്റ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ബോക്സസ്. നമുക്ക് HTML എലമെൻറ്റ്സിനെ എങ്ങനെ ബോക്സ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ഇൻ CSS. ദ ടേം ബോക്സ് മോഡൽ ഈസ് യൂസ്ഡ് വേർഡ് ടോക്കിംഗ് അബൌട്ട് ഡിസൈൻ ആൻഡ് ലേഔട്ട്. നമ്മുടെ CSSനകത്ത് നമ്മൾ ഡിസൈനിങ്ങും ലേഔട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ബോക്സ് മോഡൽ കൊണ്ടുവരുന്നത്. The CSS box model is essentially a box that wraps around every HTML element. HTML എലമെൻറ്റിനെ റാപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു ഡിസൈനാണ് ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മാർജിൻ, ബോർഡർ, പാഡിങ് ആൻഡ് ആക്ച്വൽ കണ്ടന്റ്. ഇതിനകത്ത് മാർജിനും ഇൻക്ലൂഡഡ് ആണ്, ബോർഡർ ഇൻക്ലൂഡഡ് ആണ്, പാഡിങ് അതേപോലെ കണ്ടൻറ്റൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ദി ഇമേജ് ബിലോ ഇല്ലുസ്ട്രേറ്റ് ദ ബോക്സ് മോഡൽ. ഇവിടെ ഒരു ബോക്സ് മോഡലിൻ്റെ ഇമേജ് ഉണ്ട്. ഈ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് ഓൾവേസ് സ്റ്റാർട്ട് ഓൺ എ ന്യൂ ലൈൻ ആൻഡ് ടേക്ക് അപ്പ് ഫുൾ വിഡ്ത്ത് അവൈലബിൾ. ഇതിനകത്ത് നമ്മളൊരു ബ്ലോക്ക് ലെവലായിട്ടാണ് എലമെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഒരു ഫുൾ വിഡ്ത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ വിഡ്ത്ത് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ബ്ലോക്ക് ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദ ഡിവ് എലമെൻറ്റ് ഈസ് എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്. ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഡിവ് ടാഗ് യൂസ് ചെയ്യാറുണ്ട്. വെൻ യൂസ് ടുഗദർ വിത്ത് CSS, ദ ഡിവ് എലമെൻറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റൈൽ ബ്ലോക്ക് ഓഫ് കണ്ടൻറ്റ്സ്. നമ്മൾ ഈ ഡിവ് ടാഗ് യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് ഓഫ് കണ്ടൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. The box model allows us to add border around elements and to define space between the elements. ഈ ബോക്സ് മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലമെൻറ്റിന് ചുറ്റും ബോർഡർ കൊടുക്കാൻ പറ്റും, അതേപോലെ എലമെൻറ്റ്സിനിടയിൽ സ്പേസ് കൊടുക്കാനും പറ്റും. ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഈസ് ഗിവൻ ബിലോ. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഒന്ന് കണ്ടൻ്റ് ആണ്, കണ്ടൻറ് ഓഫ് ദി ബോക്സ് ആണ്. വേർ ദ ടെക്സ്റ്റ് ആൻഡ് ഇമേജ് അപ്പിയർ, ടെക്സ്റ്റ് ഇമേജ് കൊടുക്കുന്ന കണ്ടൻ്റ് ആണ് ഫസ്റ്റ്. പിന്നെ പാഡിങ് ആണ്, ക്ലിയർ ദ ഏരിയ, ക്ലിയേഴ്സ് ആൻ ഏരിയ അറൗണ്ട് ദ കണ്ടൻറ്. ദ പാഡിങ് ഈസ് ട്രാൻസ്പെറൻറ്റ്. നമ്മളുടെ കണ്ടൻറ്റിന് ചുറ്റുമുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് പാഡിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബോർഡറാണ്, ബോർഡർ ദാറ്റ് ഗോസ് അറൗണ്ട് ദ പാഡിങ് ആൻഡ് കണ്ടൻറ്. പാഡിങ് കണ്ടൻറ്റും കഴിഞ്ഞിട്ടുള്ള കാണുന്ന ബ്ലാക്ക് കളറിൽ കാണുന്ന ഏരിയയാണ് ബോർഡർ. പിന്നെ മാർജിനാണ്, ക്ലിയേഴ്സ് ആൻ ഏരിയ ഔട്ട്സൈഡ് ദ ബോർഡർ. ദ മാർജിൻ ഈസ് ട്രാൻസ്പെറൻറ്റ്. മാർജിന് ബോർഡർ കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ്, അതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ എക്സാമ്പിൾ ഗിവൺ ബിലോ HTML ഹെഡ്, സ്റ്റൈല്, ഡിവ്, ബാക്ക്ഗ്രൗണ്ട് കളർ, ലൈറ്റ് ഗ്രേ, വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ബോർഡർ കൊടുത്തിട്ടുണ്ട്, പാഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു കണ്ടൻറ്റ് നമ്മൾ ബോർഡർ വെച്ചിട്ട് ചെയ്യാണ്. എന്നിട്ട് അതിനകത്ത് സ്റ്റൈൽ ക്ലോസ് ചെയ്തു. പിന്നെ ബോഡിക്കകത്ത് എന്താണ് ബോക്സ് മോഡൽ 1, ദ CSS ബോക്സ് മോഡൽ 1 എന്ന് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ദിസ് ഈസ് ടെക്സ്റ്റ് ആക്ച്വൽ കണ്ടൻറ്റ് ഓഫ് ദി ബോക്സ്. വി ഹാവ് ആഡഡ് 2 പിക്സൽ പാഡിങ്, 2 പിക്സ് മാർജിൻ ആൻഡ് 2 പിക്സ് ഗ്രീൻ ബോർഡർ. അതായത് നമ്മൾ ബോക്സ് മോഡൽ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യാന്ന് ജസ്റ്റ് കാണിക്കുന്ന ഒരു കോഡാണിത്. ഇങ്ങനെ നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ. CSS ഔട്ട്ലൈൻ പ്രോപ്പർട്ടീസ് സ്പെസിഫൈ സ്റ്റൈൽ, കളർ ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഔട്ട്ലൈൻ. നമുക്ക് CSSൻ്റെ ഔട്ട്ലൈൻ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ്റെ സ്റ്റൈലും കളറും വിഡ്ത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഔട്ട്ലൈൻ ഈസ് എ ലൈൻ ദാറ്റ് ഈസ് ഡ്രോൺ അറൗണ്ട് ദ എലമെൻറ്റ്സ് ടു മേക്ക് ദ എലമെൻറ്റ്സ് സ്റ്റാൻഡ് ഔട്ട്. അതായത് ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള എലമെൻറ്റ്സിന് ചുറ്റും വരക്കുന്ന ഒരു ലൈനാണ്. അതതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. However, the outline property is different from the border property. Outline property different property എന്താണ്, ഡിഫറെൻ്റ് ആണ്. The outline is not a part of an element's dimension. The element's total width and height is not affected by the width of that line. അതായത് നമ്മൾ എലമെൻറ്റിൻ്റെ ഡയമെൻഷനും ഔട്ട്ലൈനും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എലമെൻറ്റിൻ്റെ ടോട്ടൽ വിഡ്ത്തും ഹൈറ്റൊന്നും ഒരിക്കലും ഔട്ട്ലൈൻ്റെ വിഡ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ആൻ എക്സാമ്പിൾ ഡെമോൺസ്ട്രേറ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഔട്ട്ലൈൻ ഗിവൺ ബിലോ. നമ്മളൊരു ഔട്ട്ലൈൻ വെച്ചിട്ട് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനകത്ത് HTML ഹെഡ്, സ്റ്റൈല് കൊടുത്തില്ല എങ്ങനെയാണ്, ബോർഡർ 1 പിക്സ് കൊടുത്തു, സോളിഡ് ബ്ലാക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓരോ രീതിയിലുള്ള ഔട്ട്ലൈനാണ് സെറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണോ, ഒന്ന് ഡോട്ടഡ് ഔട്ട്ലൈൻ ഉണ്ട്, പിന്നെ ഡാഷ്ഡ് ഔട്ട്ലൈൻ ഉണ്ട്, സോളിഡ് ഔട്ട്ലൈൻ ഉണ്ട്, ഡബിൾ ഔട്ട്ലൈൻ ഉണ്ട്, പിന്നെ ഗ്രൂവ് ഉണ്ട്, റിഡ്ജ് ഉണ്ട്, ഇൻസെറ്റ് ഉണ്ട്, ഔട്ട്സെറ്റ് ഉണ്ട്. പല രീതിയിലുള്ള ഔട്ട്ലൈനുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഔട്ട്ലൈൻ സ്റ്റൈൽ പ്രോപ്പർട്ടി, പിന്നെ ഡോട്ടഡ് ഔട്ട്ലൈൻ, ഡാഷ്ഡ് ഔട്ട്ലൈൻ ആണ് ഇവിടെ. ഇതിനകത്ത് ഡോട്ടഡും ഡാഷഡൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, മറ്റൊന്നും നമുക്ക് ഈ ഫിഗർ വെച്ച് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ലാബിൽ നിന്ന് ടൈം കിട്ടുകയാണെങ്കിൽ നോക്കാം. നമുക്ക് ഓൾറെഡി കുറേ ചെയ്ത് വെക്കാനുണ്ട്. ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഔട്ട്ലൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് മനസ്സിലാവും. അതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. Next, the outline color property is used to set the color of the outline, and the outline width property specify the width of the outline. ഇതിനകത്ത് നമുക്ക് അതേപോലെ തന്നെ ഔട്ട്ലൈൻ കളർ കൊടുക്കാം, ഔട്ട്ലൈൻ്റെ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം, അതേപോലെ ഔട്ട്ലൈൻ്റെ വിഡ്ത്തും സെറ്റ് ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSS ലേഔട്ടാണ്. ദ ഡിസ്പ്ലേ പ്രോപ്പർട്ടി. ദ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് CSS പ്രോപ്പർട്ടി ഫോർ കൺട്രോളിങ് ലേഔട്ട്. ലേഔട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ പ്രോപ്പർട്ടി. ദ ഡിസ്പ്ലേ പ്രോപ്പർട്ടി സ്പെസിഫൈ ഫോർ ഹൗ ആൻ എലമെൻറ്റ് ഈസ് ഡിസ്പ്ലേഡ്. എങ്ങനെയാണ് ഒരു എലമെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. എവറി HTML എലമെൻറ്റ് ഹാസ് എ ഡിഫാൾട്ട് ഡിസ്പ്ലേ വാല്യൂ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് എലമെൻറ്റ് ഇറ്റ് ഈസ്. ഓരോ HTML എലമെൻറ്റിനും നമ്മൾ ഡിഫാൾട്ടായിട്ട് ഡിസ്പ്ലേ വാല്യൂ ഉണ്ടായിരിക്കും. എങ്ങനത്തെ ടൈപ്പ് എലമെൻ്റാണ് അത് എന്നുള്ളതനുസരിച്ചൊരു ഡിസ്പ്ലേ സ്റ്റൈൽ ഉണ്ടായിരിക്കും. ദ ഡിഫാൾട്ട് ഡിസ്പ്ലേ വാല്യൂ ഫോർ മോസ്റ്റ് എലമെൻറ്റ് ഈസ് ബ്ലോക്ക് ഓർ ഇൻലൈൻ. മോസ്റ്റ് ഓഫ് ദ സ്റ്റൈൽ പറഞ്ഞാലും ബ്ലോക്കിലോ അല്ലെങ്കിൽ ഇൻലൈനിലോ ആയിരിക്കും. ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ്. ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് ഓൾവേസ് സ്റ്റാർട്ട് ഓൺ എ ന്യൂ ലൈൻ ആൻഡ് ടേക്സ് അപ്പ് ദ ഫുൾ വിഡ്ത്ത് അവൈലബിൾ. നമ്മളൊരു പുതിയ ലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ നമുക്ക് വിൻഡോ സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ വിഡ്ത്ത് എടുത്തിട്ടായിരിക്കും ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഡിവ് എലമെൻറ്റ് ഈസ് എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്. ഡിവ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലോക്ക് ലെവൽ എലമെൻ്റാണ്. എക്സാമ്പിൾ ഓഫ് ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. എന്തൊക്കെയാണ് ബ്ലോക്ക് ലെവലിൽ വരുന്നത്? ഒന്ന് div ആണ്, പിന്നെ H1 to H6 ഓരോ ഹെഡിങ് കൊടുക്കുന്ന ബ്ലോക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പാരഗ്രാഫ് നമുക്ക് ബ്ലോക്കാണ്. പിന്നെ ഫോം ഉണ്ട്, ഹെഡർ ഉണ്ട്, ഫൂട്ടർ ഉണ്ട്, സെക്ഷൻ, അങ്ങനെയുള്ള ഓരോ സെറ്റുകളും എന്താണ് ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സുകളാണ്. പിന്നെ ഇൻലൈൻ എലമെൻറ്റ്സ്. ഓരോ ലൈനെയും അഫക്റ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ആൻ ഇൻലൈൻ എലമെൻറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് ഓൺ എ ന്യൂ ലൈൻ ആൻഡ് ഓൺലി ടേക്സ് അപ്പ് മച്ച് വിഡ്ത്ത് ആസ് നെസസറി. അതായത് ഒരിക്കലും ഒരു പുതിയ ലൈനിൽ എന്നുള്ള രീതിയിലൊന്നല്ല സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ അധികം വിഡ്ത്തൊന്നും എടുക്കില്ല, ആവശ്യമുള്ളതിനനുസരിച്ചാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എക്സാമ്പിൾ ഓഫ് ഇൻലൈൻ എലമെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. എന്തൊക്കെയാണുള്ളത്? സ്പാൻ ഉണ്ട്, ഉണ്ട്, IMG ഉണ്ട്. ഇതൊക്കെ ആണ് ഇൻലൈൻ എലമെൻറ്റ്സിനുള്ള എക്സാമ്പിൾസ്. എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് ഓൾവേസ് ടേക്സ് അപ്പ് ദ ഫുൾ വിഡ്ത്ത് അവൈലബിൾ. ഒരു ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ വിഡ്ത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ വിഡ്ത്ത് എടുത്തിട്ടാണ് ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സെറ്റിംഗ് ദ വിഡ്ത്ത് ഓഫ് എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് വിൽ പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സ്ട്രെച്ചിങ് ഔട്ട് ഓഫ് ദ എഡ്ജസ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. അതായത് ഓരോ ലൈൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ എഡ്ജസ് സ്ട്രെച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും സെയിം സ്പേസ് ആണ് കൊടുക്കുക. ദെൻ യു ക്യാൻ സെറ്റ് ദ മാർജിൻ ടു ഓട്ടോ ടു ഹൊറിസോണ്ടലി സെൻറ്റർ ദ എലമെൻറ്റ് വിത്തിൻ ഇറ്റ്സ് കണ്ടെയ്നർ. നമുക്ക് ഓട്ടോയോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലോ മാർജിനൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് സെൻറ്ററിൽ സെറ്റ് ചെയ്യാൻ പറ്റും. The element will take up the specified width and the remaining space will be split equally between two margins. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈക്വലി വിഡ്ത്ത് എടുത്തിട്ട് രണ്ട് മാർജിനിടയിലും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഈക്വലായിട്ട്. യൂസിങ് മാക്സ് വിഡ്ത്ത് ഇൻസ്റ്റഡ് ഇൻ ദിസ് സിറ്റുവേഷൻ will improve the browser's handling of small windows. This is important when making site usable for small devices. അതായത് നമ്മൾ കുറേ സ്പേസ് എടുക്കുന്നതിന് പകരം വിൻഡോസ് എത്രയാണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ദ പൊസിഷൻ പ്രോപ്പർട്ടി സ്പെസിഫൈസ് ദ ടൈപ്പ് ഓഫ് പൊസിഷനിങ് മെത്തേഡ് യൂസ്ഡ് ഫോർ എൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിനകത്ത് നമ്മൾ ഏത് രീതിയിലാണ് പൊസിഷനിങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് പൊസിഷൻ പ്രോപ്പർട്ടി സ്പെസിഫൈ ചെയ്യുന്നത്. ദ പൊസിഷൻ പ്രോപ്പർട്ടി സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് പൊസിഷനിങ് മെത്തേഡ് ഫോർ എൻ എലമെൻറ്റ്. എന്തൊക്കെയാണ് പൊസിഷനിങ് ഉള്ളത്? ദർ ആർ 5 ഡിഫറെൻറ്റ് പൊസിഷൻ വാല്യൂസ്. ഒന്ന് സ്റ്റാറ്റിക് ആണ്. എൻ എലമെൻറ്റ് വിത്ത് പൊസിഷൻ സ്റ്റാറ്റിക് ഇറ്റ് ഈസ് നോട്ട് പൊസിഷൻ ഇൻ എനി സ്പെഷ്യൽ വേ. ഇറ്റ് ഈസ് ഓൾവേസ് പൊസിഷൻ അക്കോർഡിംഗ് ടു ദ നോർമൽ ഫ്ലോ ഓഫ് പേജ്. പേജിൻ്റെ നോർമൽ ഫ്ലോക്ക് അനുസരിച്ചാണ് നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് പൊസിഷനിങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഉള്ളത് റിലേറ്റീവ് ആണ്. എൻ എലമെൻറ്റ് വിത്ത് പൊസിഷൻ റിലേറ്റീവ് ഈസ് പൊസിഷൻ റിലേറ്റീവ് ടു ഇറ്റ്സ് നോർമൽ പൊസിഷൻ. നോർമൽ പൊസിഷൻ എന്താണോ അതിന് റിലേറ്റീവായ രീതിയിലാണ് നമ്മൾ റിലേറ്റീവ്ലി പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫിക്സഡ് ആണ്. എൻ എലമെൻറ്റ് വിത്ത് പൊസിഷൻ ഫിക്സഡ് ഈസ് പൊസിഷൻ റിലേറ്റീവ് ടു ദ വ്യൂ പോയിൻറ്റ് വിച്ച് മീൻസ് ഈസ് ഓൾവേസ് സ്റ്റേ ഇൻ ദ സെയിം പ്ലേസ് ഈവൻ ഇഫ് ദ പേജ് ഈസ് സ്ക്രോൾ. നമ്മൾ മുന്നേ സ്ക്രോളിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതായത് സ്ക്രോൾ ചെയ്ത് പോയാലും ഫിക്സഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ സ്പേസിൽ തന്നെ ആയിരിക്കും എലമെൻറ്റ് കീപ്പ് ചെയ്യുക. ദ ടോപ്പ്, റൈറ്റ്, ബോട്ടം ആൻഡ് ലെഫ്റ്റ് പ്രോപ്പർട്ടീസ് ആർ യൂസ്ഡ് പൊസിഷൻ ദ എലമെൻറ്റ്. നമുക്ക് റൈറ്റ്, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഇങ്ങനെ പൊസിഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള അബ്സല്യൂട്ടാണ്. ആൻ എലമെൻറ്റ് വിത്ത് പൊസിഷൻ അബ്സല്യൂട്ട് ഈസ് പൊസിഷൻ റിലേറ്റീവ് ടു ദ നിയറസ്റ്റ് പൊസിഷൻ ഓഫ് ആൻസിസ്റ്റർ. അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ആളാരാണോ അതിന് നിയറസ്റ്റ് ആയിട്ട് അതിന് റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ അബ്സല്യൂട്ടായിട്ട് പൊസിഷനിങ് സെറ്റ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് പൊസിഷനിങ് റിലേറ്റീവ് ടു ദ വ്യൂ പോയിൻറ്റ് ലൈക്സ് ഫിക്സ്ഡ് പോലെ വ്യൂ പോർട്ട് വെച്ചിട്ടല്ല നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. പകരം ഒന്നിൻ്റെ നിയറസ്റ്റ് ആയിട്ട് അതിന് മുന്നേ ഉള്ളതിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ അബ്സല്യൂട്ടിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റിക്കി. ആൻ എലമെൻറ്റ് വിത്ത് പൊസിഷൻ സ്റ്റിക്കി ഈസ് പൊസിഷൻ ബേസ്ഡ് ഓൺ ദ യൂസർ സ്ക്രോൾ പൊസിഷൻ. നമ്മളടുത്തത് സ്റ്റിക്കി ആയിട്ട് എങ്ങനെയാണ് ഒരു എലമെൻറ്റിനെ വെക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ യൂസേഴ്സ് സ്ക്രോൾ ചെയ്യുന്ന പൊസിഷൻ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റിക്കി ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതും ഒരു ടൈപ്പ് ഓഫ് പൊസിഷനിങ് ആണ്.
ഈ സ്റ്റിക്കി എലമെൻറ്റ്സ് ടോഗിൾസ് ബിറ്റ്വീൻ റിലേറ്റീവ് ആൻഡ് ഫിക്സഡ്. സ്റ്റിക്കി എന്ന് പറയുന്ന ടൈപ്പ് റിലേറ്റീവിൻ്റെയും ഫിക്സഡിൻ്റെയും കൂടി ഒരു ടോഗിളിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ സ്ക്രോൾ പൊസിഷൻ ഇറ്റ് പൊസിഷൻ റിലേറ്റീവ് അണ്ടിൽ ഗിവൺ ഓഫ്സെറ്റ് പൊസിഷൻ ഈസ് മെറ്റ് ദ വ്യൂ പോർട്ട് ദെൻ ഇറ്റ് സ്റ്റിക്സ് ഇൻ പ്ലേസ്. അതായത് അതിന് കറക്റ്റായിട്ട് പ്ലേസ് കിട്ടുന്ന വരെ അതിങ്ങനെ റിലേറ്റീവ്ലി പൊസിഷൻ ചെയ്യും, പക്ഷേ വ്യൂ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആ പ്ലേസിൽ അത് സ്റ്റിക്ക് ചെയ്യും. ഇത്രയും ടൈപ്പ് ഓഫ് പൊസിഷനിങ് ആണ് ഉള്ളത്. നെക്സ്റ്റ്, ഓവർഫ്ലോ. The CSS overflow property specifies whether the clip content or to add scroll bar when the content of an element too big to fit the specified area. സ്പെസിഫൈഡ് ഏരിയയ്ക്ക് ഫിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, ഫിറ്റ് ചെയ്യാൻ മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ നമ്മളുടെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ആ ഓവർഫ്ലോനെ മാനേജ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിന് വേണ്ടി കുറച്ച് ഓവർഫ്ലോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് വിസിബിൾ ആണ്, അത് ഡിഫാൾട്ടാണ്. ദ ഓവർഫ്ലോ ഈസ് നോട്ട് ക്ലിപ്ഡ് ഇൻ ഇറ്റ് റെൻഡേഴ്സ് ഔട്ട്സൈഡ് ദ എലമെൻറ്റ്സ് ബോക്സ്. അതായത് ഒന്ന് ഡിഫാൾട്ടായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്താ വെച്ചാൽ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഔട്ട് സൈഡിൽ അതേപോലെ തന്നെ വിസിബിൾ ആവും. പിന്നെ ഒന്ന് ഹിഡൺ ആണ്. ദ ഓവർഫ്ലോ ഈസ് ക്ലിപ്ഡ് ദ റെസ്റ്റ് ഓഫ് ദ കണ്ടൻറ്റ് വിൽ ബി ഇൻവിസിബിൾ. അതായത് ഓവർഫ്ലോ ക്ലിപ്പ് ചെയ്യുകയാണ്. അതായത് നമുക്ക് കുറച്ച് കണ്ടൻറ്റ് അതിനകത്ത് കാണും, പക്ഷേ ഓവർഫ്ലോ ആയി കിടക്കുന്ന കണ്ടൻറ്റൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻവിസിബിൾ ആക്കിയിട്ടുണ്ടാവും. പിന്നെ സ്ക്രോളിംഗ് ആണ്. ദ ഓവർഫ്ലോ ഈസ് ക്ലിപ്ഡ് ബട്ട് ദ സ്ക്രോൾ ബാർ ഈസ് ആഡഡ് ടു സീ ദ റെസ്റ്റ് ഓഫ് ദ കണ്ടൻറ്റ്. അത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടാവും, അതായത് നമുക്ക് അപ്പോൾ കാണില്ല. നമ്മളിപ്പോൾ ഹിഡൻ ആകുമ്പോൾ തീരെ കാണുന്നില്ലല്ലോ, ഇൻവിസിബിൾ ആണ്. പക്ഷേ സ്ക്രോളിംഗ് ആകുമ്പോൾ അപ്പോൾ കാണില്ല, പക്ഷേ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കാണാൻ പറ്റും. പിന്നുള്ളത് ഓട്ടോ ആണ്. ഇഫ് ഓവർഫ്ലോ ഈസ് ക്ലിപ്ഡ് ദ സ്ക്രോൾ ബാർ ഷുഡ് ബി ആഡഡ് ടു സീ ദ റെസ്റ്റ് ഓഫ് ദ കണ്ടൻറ്റ്. അതായത് നമുക്ക് ഓവർഫ്ലോ അങ്ങനെ കാണാത്ത രീതിയിലാണ്, ക്ലിപ്പ് ചെയ്ത രീതിയിലാണ് എങ്കിൽ നമ്മൾ സ്ക്രോൾ ബാർ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ റെസ്റ്റ് ഓഫ് ദ കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. 4 രീതിയിലാണ് നമ്മളുടെ ഓവർഫ്ലോൻ്റെ പ്രോപ്പർട്ടി ഉള്ളത്. ക്ലിപ്പ് ചെയ്ത രീതിയിലുണ്ട്, ക്ലിപ്പ് ചെയ്യാത്ത രീതിയിലുണ്ട്. ക്ലിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ബോക്സിൻ്റെ ഔട്ട് സൈഡിൽ ഇങ്ങനെ വിസിബിൾ ആവും. ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടും നമുക്ക് കീപ്പ് ചെയ്യാം, സ്ക്രോൾ ചെയ്തിട്ടായിട്ടും ഓട്ടോ ആയിട്ടൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ദ ഫ്ലോട്ട് പ്രോപ്പർട്ടി ക്യാൻ ബി യൂസ്ഡ് ടു റാപ്പ് ടെക്സ്റ്റ് അറൗണ്ട് ദ ഇമേജസ്. നമുക്കൊരു ഫ്ലോട്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജസിന് ചുറ്റുമുള്ള ടെക്സ്റ്റുകളെയൊക്കെ റാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ദ ക്ലിയർ പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് ഫ്ലോട്ടിംഗ് എലമെൻറ്റ്സ്. ഒരു ക്ലിയർ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലോട്ടിംഗ് എലമെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. എലമെൻറ്റ്സ് ആഫ്റ്റർ ഫ്ലോട്ടിംഗ് എലമെൻറ്റ് വിൽ ഫ്ലോ അറൗണ്ട് ഇറ്റ്. ഈ ഫ്ലോട്ടിംഗ് എലമെൻറ്റിന് ശേഷമുള്ള എലമെൻറ്റ്സൊക്കെ പിന്നെ അതിനകത്ത് ഡിസ്പ്ലേ ആയി വരും. അതായത് ഇതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ് നമുക്ക് CSSനകത്ത് യൂസ് ചെയ്യാവുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കേസുകളാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് CSS ID ആൻഡ് ക്ലാസ്. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, നമ്മൾ സെലക്ടർ പറഞ്ഞപ്പോൾ ID സെലക്ടറും ക്ലാസ് സെലക്ടറൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പലരും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. നമ്മൾ ബുക്കിനകത്ത് ഇവിടെയാണ് IDയും ക്ലാസ്സും ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ CSS യു ക്യാൻ ഓൾസോ ഡിഫൈൻ യുവർ ഓൺ സെലക്ടേഴ്സ് ഇൻ ദ ഫോം ഓഫ് ക്ലാസ് ID സെലക്ടേഴ്സ്. നമുക്ക് CSS ചെയ്യുമ്പോൾ നമുക്ക് IDയും ക്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്വന്തം സെലക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദ ബെനിഫിറ്റ് ഓഫ് ദിസ് ഈസ് ദാറ്റ് യു ക്യാൻ ഹാവ് ദ സെയിം HTML എലമെൻറ്റ്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ HTML എലമെൻറ്റ് പോലെ തന്നെയാണ്, പക്ഷേ ക്ലാസ്സും IDയും എന്നതിൻ്റെ ബേസിൽ അതിനെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ദ CSS എ ക്ലാസ് സെലക്ടർ ഈസ് എ നെയിം പ്രിസീഡഡ് ബൈ എ ഫുൾ സ്റ്റോപ്പ്. ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് എന്ന അത് പ്രിസീഡ് ചെയ്തിട്ടാണ് ചെയ്യുക. ID സെലക്ടർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിസീഡ് ചെയ്യുന്നത് ഹാഷ് ക്യാരക്ടർ. അപ്പോൾ ക്ലാസ് ആണെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കും, പിന്നെ ID ആണെങ്കിൽ നമ്മൾ സ്ലാഷ് ഇട്ട് കൊടുക്കും. ടു ദ CSS മൈറ്റ് ലുക്ക് സംതിങ് ലൈക്ക് ആഷ് ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് കളർ, പിന്നെ പാഡിങ്. അതായത് ഇപ്പോൾ ആഷ് ടോപ്പ് ഇട്ട് കൊടുത്താൽ അതൊരു ID ആണ്. അപ്പോൾ ടോപ്പിനെ നമ്മൾ ID ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഡോട്ട് ഇൻട്രോ എന്നുള്ളത് എന്താണ്, ഒരു ക്ലാസ് ആണ്. നമ്മൾ അതിനെയും കളറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഡോട്ട് ഇട്ടിടും സ്ലാഷ് ഇട്ടിടും. നമ്മൾ ക്ലാസ് സെലക്ടറിൻ്റെ അവിടെ സെലക്ടർ പഠിച്ചപ്പോൾ CSSന് സിൻടാക്സ് പഠിച്ചപ്പോൾ ഇതേ കണ്ടന്റ് നമ്മൾ അവിടെ പഠിച്ചതാണ് കേട്ടോ. ദ HTML റെഫേഴ്സ് ടു ദ CSS ബൈ യൂസിങ് ആട്രിബ്യൂട്ട് ID ആൻഡ് ക്ലാസ്. ഇറ്റ് ഗുഡ് ലൈക്ക് സംതിങ് ലൈക്ക് ദിസ്. അതായത് HTMLനകത്ത് CSSലും അകത്തും യൂസ് ചെയ്യുന്ന ഒന്നാണ് ആട്രിബ്യൂട്ട് ID ആൻഡ് ക്ലാസ്. HTML CSSക്ക് റെഫർ ചെയ്യാണ്, ആട്രിബ്യൂട്ട് IDയും ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ പറയുകയാണ്. IDയും ക്ലാസ്സൊക്കെ CSS പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ പ്രോപ്പർട്ടീസാണ്. പിന്നെ div ID ടോപ്പ്, പിന്നെ ചോക്ലേറ്റ് കറി, ക്ലാസ് ഇൻട്രോ, ദിസ് ഈസ് മൈ റെസിപ്പി ഫോർ മേക്കിംഗ് കറി പ്യുവർലി വിത്ത് ചോക്ലേറ്റ്, പിന്നെ ക്ലാസ് ഇൻട്രോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കണം. അതായത് നമ്മൾ എങ്ങനെ ഒരു ID കൊടുത്തു, എങ്ങനെ നമ്മളൊരു ക്ലാസ് കൊടുക്കുന്നതൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യുന്നൊരു കോഡാണിത്.
The difference between ID and class is that ID can be used to identify one element. ID നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറാസ് എ ക്ലാസ് ക്യാൻ ബി യൂസ് ടു ഐഡൻറ്റിഫൈ മോർ ദാൻ വൺ. ക്ലാസ് ആകുമ്പോഴോ ഒന്നിൽ കൂടുതൽ എലമെൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ക്ലാസ് യൂസ് ചെയ്യുന്നത്. ID is specified by including a number sign hash before the selector name. സെലക്ടർ നെയിമിൻ്റെ മുന്നേ നമ്മൾ ഒരു hash sign ഇട്ട് കൊടുക്കും. The syntax for declaring ID selector is as follows. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ hash my para text align left color black എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ടർ കൊടുത്തിട്ടുണ്ട്. If my HTML page has two paras like then the above CSS would style the second para only. നോട്ട് സെക്കൻഡ് പാര ആസ് ഐ ഡി മൈ പാര. അതായത് ഇതിനകത്താണോ ഈ മൈ പാര എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ ഐ ഡി ആയിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മൈ പാര എന്ന് കൊടുത്തു, എന്നിട്ട് നമ്മളിവിടെ താഴെ കോഡിൽ കൊടുത്ത് കണ്ടോ, ഫസ്റ്റ് പി ഫസ്റ്റ് പാര, പിന്നെ പി ഐ ഡി മൈ പാര സെക്കൻഡ് പാര. അതിനകത്ത് സെക്കൻഡ് പാരയാണ് ഐ ഡി ആയിട്ട് വരുന്നത്, അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഐ ഡി കൊടുത്തത്. പിന്നെ തേർഡ് പാര കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഐ ഡി ഏതാണ്? സെക്കൻഡ് പാരയാണ്. അപ്പോൾ ഒറ്റ എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐ ഡി യൂസ് ചെയ്യുന്നത്. IDs are unique. Each element can have only one ID. ഓരോ എലമെൻറ്റിനും ഒറ്റ ഐ ഡി ഉണ്ടായിരിക്കുള്ളൂ. ഈച്ച് പേജ് ക്യാൻ ഹാവ് ഓൺലി വൺ എലമെൻറ്റ് വിത്ത് ദാറ്റ് ഐ ഡി. ഒരു പേജിനകത്ത് ഒറ്റ എലമെൻറ്റ് ആ ഐ ഡി ആയിട്ട് ഉണ്ടാവുള്ളൂ. When I was first learning this stuff I heard over and you should use only IDs once but you can use classes over and over. It basically went in 1 year out of the other because it sounded more like good rule of thumb to me rather than something extremely important. If you are purely HTML CSS person this attitude can persist because to you there really don't seem to do anything different. അതായത് ഐ ഡി എന്ന് പറഞ്ഞാൽ അത് യുണീക്ക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. അതായത് നമ്മളൊരു എലമെൻറ്റിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് കാണിക്കുന്നതിനപ്പുറം അത് കുറച്ച് എന്താ പറയുക ഒന്ന് എക്സ്പ്ലോസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക ഹൈലൈറ്റ് ചെയ്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഡി യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 3 പേരെ പറഞ്ഞു, ഫസ്റ്റ് പേരെ പറഞ്ഞു, സെക്കൻഡ് പേരെ പറഞ്ഞു, തേർഡ് പേരെ പറഞ്ഞു. അതിനകത്തുള്ള മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഐ ഡി ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരൊറ്റ എലമെൻറ്റിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഐ ഡി യൂസ് ചെയ്യുന്നത്. എന്നാൽ ക്ലാസ്സസ് ആർ നോട്ട് യൂണീക്ക്. പക്ഷേ ക്ലാസ്സസ് യൂണീക്ക് അല്ല. യു ക്യാൻ യൂസ് സെയിം ക്ലാസ് ഓൺ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ്. സെയിം ക്ലാസ്സിനെ മൾട്ടിപ്പിൾ എലമെൻറ്റ്സിലും യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ യു ക്യാൻ യൂസ് മൾട്ടിപ്പിൾ ക്ലാസ് ഓൺ ദ സെയിം എലമെൻറ്റ്. മൾട്ടിപ്പിൾ ക്ലാസ്സിന് സെയിം എലമെൻറ്റിനകത്തും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഐ ഡിയും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ മുന്നേ സെലക്ടർ പറഞ്ഞപ്പോൾ ഐ ഡിയും ക്ലാസ്സും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോഴാണ് അതിൻ്റെ ഡിസ്കഷൻ നമ്മളുടെ ബുക്കിനകത്ത് പറയുന്നത് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ 5th മൊഡ്യൂൾ കംപ്ലീറ്റായി. ഇനി നമുക്ക് ലാബ് വർക്കുകൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.